KTU ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് സുപ്രീം കോടതി കൂടുതൽ സമയം അനുവദിച്ചു. തിങ്കളാഴ്ച പേരുകൾ നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. അതേസമയം സർക്കാർ പാനലിൽ അവരുടെ പേരുകൾ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്തായാലും സുപ്രീം കോടതി ഗവർണർക്ക് കൂടുതൽ പേരുകൾ നിർദ്ദേശിക്കാമെന്ന നിലപാടിലേക്കാണ് എത്തുന്നത്. കൂടുതൽ പേരുകൾ നിർദ്ദേശിക്കാനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയത്? രഹി, വളരെ ഹ്രസ്വമായ ഒരു വാദമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നിരുന്നത്. അതായത് ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ ഈ ഗവർണർ സർക്കാർ തർക്കമിങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി തന്നെ മുൻകൈയെടുക്കുകയായിരുന്നു. ഇതിലേക്ക് 4 പേരുകൾ വീതം സർക്കാരും അതേപോലെ തന്നെ ഗവർണറും നൽകുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ 4 പേരുകളിൽ നിന്നും 2 പേരുകൾ വീതം സെലക്ട് ചെയ്ത് UGCയുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടിയായിരുന്നു സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നത്. ഇതിലേക്കായിട്ട് ഇന്ന് തന്നെ പേരുകൾ നൽകുവാൻ വേണ്ടി സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വ്യക്തമാക്കിയത് ഗവർണർ അക്കാഡമിക് നിലവാരമുള്ള ആൾക്കാരെയാണ് ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയോഗിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പേരുകൾ നൽകാൻ കൂടുതൽ സമയം വേണമെന്നുള്ള ആവശ്യമാണ് AG മുന്നോട്ട് വെച്ചത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. തിങ്കളാഴ്ചത്തേക്ക് കേസ് വീണ്ടും മാറ്റിയിരിക്കുന്നു. തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഗവർണർ മുന്നോട്ട് വെക്കുന്ന പ്രതിനിധികളുടെ 4 പേരുകൾ ഈ സുപ്രീം കോടതിക്ക് മുമ്പാകെ നൽകണം. അതിൽ നിന്നും 2 പേരുകളായിരിക്കും സുപ്രീം കോടതി സെലക്ട് ചെയ്യുക. അതേസമയം സർക്കാർ പാനലിലേക്ക് അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പേരുകൾ, സെർച്ച് കമ്മിറ്റിയിലേക്ക് വെക്കുന്ന പേരുകൾ, ആ പാനലുകൾ 4 പേരുകളും തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാർ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഗവർണർക്ക് 4 പേരുകൾ കൂടി നൽകണം. അതിൽ നിന്നും 2 പേരുകളും സർക്കാർ നിശ്ചയിച്ച് നൽകുന്ന 4 പേരിൽ നിന്നും 2 പേരുകൾ കൂടി സെലക്ട് ചെയ്ത് UGCയുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ച ഒരുപക്ഷെ സുപ്രീം കോടതി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രാഖി. നന്ദൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു. KTU ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കാണ് പ്രതിനിധികളെ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് സുപ്രീം കോടതി കൂടുതൽ സമയം അനുവദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച പേരുകൾ നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ പാനലിൽ അവരുടെ പേരുകൾ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത കൂടി പരിശോധിക്കുകയാണ്. മതപരിവർത്തന നിരോധന നിയമം പരിഷ്കരിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ 2018 നിയമത്തിലാണ് ഭേദഗതികൾ വരുത്തിയത്. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മതപരിവർത്തനത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റും പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടാനും നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നന്ദൻ. അതായത് വളരെ കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഭേദഗതികൾ വരുത്തിയിരിക്കുന്നത്? രഹി, 2018 ഉത്തരാഖണ്ഡിൽ ആദ്യമായി മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നത്. 2022 ആ നിയമം പിന്നെയും ഭേദഗതി ചെയ്തു. അന്ന് നിയമം ഭേദഗതി ചെയ്തപ്പോൾ 50,000 രൂപ മാത്രമായിരുന്നു പിഴയായി നിശ്ചയിച്ചിരുന്നത്. മാത്രമല്ല തടവ് ശിക്ഷയും കുഴവായിരുന്നു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ വരുത്തുവാൻ, ഈ മതപരിവർത്തന നിരോധന നിയമത്തിൽ ഭേദഗതികൾ വരുത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിൽ വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് മതപരിവർത്തനം ഏതെങ്കിലും രീതിയിലുള്ള പ്രേരണയാൽ, അത് പണം നൽകിയോ അല്ലെങ്കിൽ വസ്തുക്കൾ നൽകിയോ അല്ലെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയോ ഉള്ള മതപരിവർത്തനം, അത് മതപരിവർത്തന നിരോധന നിയമത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 10 വർഷം വരെ കഠിന ശിക്ഷ നൽകുന്ന കുറ്റമായി ഇതിനെ മാറ്റിയിരിക്കുന്നു. മാത്രമല്ല ഇത് നേരത്തെ 10 വർഷമായിരുന്നെങ്കിലും ഇപ്പോൾ അത് മതപരിവർത്തനത്തിന് 14 വർഷം വരെയുള്ള എന്നുള്ളതിലേക്ക് മാറ്റി എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല ഇത് ഈ ഗോത്രവർഗ വിഭാഗങ്ങളോ പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുമുള്ളവരോ ആണ് മതപരിവർത്തനത്തിന് അവരെയാണ് വിധേയരാക്കുന്നതെങ്കിൽ അത് 20 വർഷം വരെ ആ ശിക്ഷ നീണ്ടുപോകാനുള്ള അതാണ് പ്രധാനമായി ഇപ്പോൾ ഇതിൽ ക്ലോസായി ചേർത്തിരിക്കുന്നത്. മാത്രമല്ല അതേപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മതപരിവർത്തനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് സർക്കാർ. വാട്സപ്പ് വഴിയുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് ഉതകുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയോ അത്തരം സംഭാഷണങ്ങൾ നടത്തുകയോ
ഒക്കെ ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അതും ഈ മതപരിവർത്തന നിരോധന നിയമപരിധിയിൽ ഉൾപ്പെടുന്നു. ഇതിനെല്ലാം ഉപരി മതപരിവർത്തന നിരോധന നിയമപ്രകാരം പുതിയ ഭേദഗതി വരുത്തുന്നതിലൂടെ ഈ മതപരിവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നവരുടെ സ്വത്തുവകകൾ പൂർണ്ണമായും സർക്കാരിന് കണ്ടുകെട്ടുവാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട്. ഇതിനെല്ലാം ഉപരി കർശനമായ നടപടികളിലേക്ക് കൂടുതൽ കടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ അധികാരം നൽകുന്നു. ഇതിനോടൊപ്പം തന്നെ ഇരയ്ക്ക് കൂടുതൽ നീതി ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ പുതിയ ഭേദഗതികൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ഇരയുടെ ആരോഗ്യം, അതേപോലെ തന്നെ വൈദ്യസഹായം, അവരുടെ യാത്രകൾ, ഒപ്പം തന്നെ മറ്റ് സഹായങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുന്ന തരത്തിലാണ് പ്രധാനമായും ഈ നിയമ ഭേദഗതിയിൽ ഉദ്ദേശിക്കുന്നത്. 19-ാം തീയതി നിയമസഭാ സമ്മേളനം മൺസൂൺ സെക്ഷൻ ചേരുന്നു. അതിൽ ഈ ഭേദഗതി മുന്നോട്ട് വെച്ച് നിയമം പാസ്സാക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നന്ദൻ, അതുപോലെ തന്നെ ഇത്തരത്തിൽ മതപരിവർത്തന നിരോധന നിയമം ഉത്തരാഖണ്ഡ് സർക്കാർ പരിഷ്കരിക്കുമ്പോൾ അത് ഈ രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് നന്ദൻ ഇത്തരത്തിൽ ഒരു കടുത്ത ഭേദഗതിയിലേക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ എത്താൻ പ്രേരകമായത്? വ്യാപകമായി, അതായത് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം വളരെ വ്യാപകമായി നടക്കുന്നു. ഈ മലയോര മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവിടെ മതപരിവർത്തനം വ്യാപകമായി നടത്തുന്നു. പ്രത്യേകിച്ച് ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ മതപരിവർത്തനം വ്യാപകമായി നടത്തുന്നത്. SC/ST വിഭാഗങ്ങളും കാര്യമായി തന്നെ മതപരിവർത്തനത്തിന് വിധേയരാകുന്നുണ്ട്. അത് അവർക്ക് ഈ സൗജന്യ ഭക്ഷണവും അതേപോലെ തന്നെ വിദ്യാഭ്യാസവും പണവും ഒക്കെ തന്നെ വാഗ്ദാനം ചെയ്താണ്. വിവാഹ വാഗ്ദാനം നൽകിയവരെ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്നു. ഇത്തരം മതപരിവർത്തന വിഷയങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ കർശനമായ നടപടികളിലേക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ കടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മതപരിവർത്തന നിരോധന നിയമത്തിൽ കൂടുതൽ കർശന നിയമങ്ങൾ, ഒപ്പം തന്നെ കർശനമായ ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷ, അത് തടവ് ശിക്ഷയുടെ കാലാവധിയും വർദ്ധിപ്പിച്ചു. ഒപ്പം തന്നെ ഈ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും ഇനി അറസ്റ്റ് ഉണ്ടാകുക. ഒപ്പം തന്നെ ഇത്തരം ആൾക്കാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടും. ഒപ്പം ഇതിനെല്ലാം ഉപരി ഈ മതപരിവർത്തനത്തിന് ആരാണോ വിധേയരാക്കപ്പെടുന്നത് അവരുടെ ഒരു നിലവാരം അനുസരിച്ച്, അതായത് ഗോത്രവർഗ വിഭാഗങ്ങളോ മറ്റ് SC/ST വിഭാഗങ്ങളോ ആണെങ്കിൽ അത്തരം ആൾക്കാരെ മതപരിവർത്തനത്തിന് വിധേയരാക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ശിക്ഷ, ഏതാണ്ട് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലാണ് ഈ നിയമ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. മതപരിവർത്തനം വ്യാപകമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് ധാമി സർക്കാരിൻ്റെ പുതിയ നീക്കം. ശരി നന്ദൻ, മതപരിവർത്തന നിരോധന നിയമം പരിഷ്കരിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ. നിർണായകമായ ഒരു നീക്കമാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നടത്തിയത്. 2018 നിയമം, ആ നിയമത്തിലാണ് ഭേദഗതികൾ വരുത്തിയത്. അതായത് നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ഏർപ്പെടുത്തി എന്നുള്ളതാണ്. മതപരിവർത്തനത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റും പ്രതിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നിയമം ഭേദഗതി ചെയ്തിട്ടുമുണ്ട്. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.